ആലപ്പുഴ ജില്ലയിൽ പണ്ട് മുതൽക്കേ തന്നെ വി എസിൻ്റെ പിൻഗാമിയായി അവിടെ അറിയപ്പെട്ടിരുന്നത് TM തോമസ് ഐസക്കാണ്. ഐസക്ക് 2001 മാരാരിക്കുളത്ത് വിജയിച്ചതിന് ശേഷം പിന്നീട് ആലപ്പുഴയിൽ നിന്ന് 2006 2011 2016 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ക്രമാതീതമായി ഉയർത്തുകയാണ് ചെയ്തത്. അവിടെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അതായത് അവിടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ സുധാകര പക്ഷത്തിന്, അതായത് സുധാകരൻ്റെ പക്ഷത്തിന് മൃഗീയമായ ഒരു ആധിപത്യം ഉയർത്തുന്നത് ഐസക് വിഭാഗത്തിനെതിരെയായിരുന്നു. സുധാകരനും തോമസ് ഐസക്കുമായിരുന്നു രണ്ട് ശക്തി കേന്ദ്രങ്ങളായി ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, സുധാകരനും തോമസ് ഐസക്കും 2 തവണ ക്യാബിനറ്റ് മന്ത്രിമാരായവരാണ്. തോമസ് ഐസക് 2 വട്ടം VS സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ 1ാം സർക്കാരിൻ്റെ കാലത്തും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. കൃത്യമായും ഈ 2 നേതാക്കളെ ആട്ടിയോടിക്കുന്ന നയങ്ങളാണ് അവിടെ ഇപ്പോൾ കൃത്യമായും പാർട്ടിയുടെ ഒരു ലോബി നടത്തുന്നത്. R നാസർ അടങ്ങുന്ന സംഘം SDPI പോപ്പുലർ ഫ്രണ്ടുമായി അതിശക്തമായി കൂട്ടുകെട്ടുള്ളവരാണ്. അവർക്ക് കൃത്യമായി ചില അജണ്ടകളുണ്ട്. അവർക്ക് ആ അജണ്ടകൾ നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകും. അതിനു വേണ്ടിയാണ് സുധാകരനെയും തോമസ് ഐസക്കിനെയും കെട്ടുകെട്ടിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തന്നെ ആലപ്പുഴയിൽ വേണ്ട, പത്തനംതിട്ടയിലേക്ക് നാട് കടത്തു എന്ന് പറഞ്ഞത് തന്നെ ആരിഫിൻ്റെ തന്ത്രമായിരുന്നു. വാസ്തവത്തിൽ തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളത് ആരിഫിൻ്റെ മാത്രം ഉദ്ദേശമായിരുന്നു. ആലപ്പുഴയാണ് ആരിഫിൻ്റെ നോട്ടം. ചിത്തരഞ്ജൻ ഇത്തവണ ആലപ്പുഴയിൽ കഷ്ടിച്ചാണ് ജയിച്ചത്. തോമസ് ഐസക്കിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 1/3 പോലും ചിത്തരഞ്ജന് ലഭിച്ചില്ല എന്നുള്ളത് CPIM-നെ വല്ലാതെ തളർത്തുന്നുണ്ട്. സുധാകരൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. CPIM ആലപ്പുഴ ജില്ലയിൽ തകർന്നാൽ അതിൻ്റെ ഉത്തരവാദി R നാസർ തന്നെയെന്ന് ശക്തമായി തുറന്നടിക്കുന്നു സുധാകരൻ. നമുക്കറിയാം, R നാസർ ഏറ്റവും നിശിതമായി, ഏറ്റവും മോശമായ രീതിയിൽ സുധാകരനെ പാർട്ടിക്കകത്ത് വെച്ച് അപമാനിച്ച വ്യക്തികളിൽ ഒരാളാണ്. സുധാകരനോട് ഒടുങ്ങാത്ത പകയാണ് R നാസറിനുള്ളത്. അതിന് പല വ്യക്തിപരമായ കാര്യങ്ങളുമുണ്ട്. സലാം, അതായത് അമ്പലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ സുധാകരൻ, മുൻ MLA ആയിരുന്ന സുധാകരൻ പല കളികളും കളിച്ചു എന്ന് സലാമും R നാസറും എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നു. അതിനുശേഷം സുധാകരനെ പാർട്ടി വേദികളിൽ ഒന്നും വിളിക്കാതെ അപമാനിച്ച് മാറ്റിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. ഇപ്പോഴിതാ കായംകുളത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും അവിടെ CPIM തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തിനധികം പറയുന്നു, ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് KC വേണുഗോപാലിനെതിരെ ഹരിപ്പാടും കായംകുളത്തുമൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയപ്പോൾ CPIM 3ാം സ്ഥാനത്ത് ഗതികെട്ട് തകർന്നടിഞ്ഞത് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. കഴിഞ്ഞ തവണ കനൽ ഒരു തരി എന്ന രീതിയിൽ ആകെ AM ആരിഫ് മാത്രമായിരുന്നു CPIM സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്ന് ജയിച്ച ഒരേ ഒരു LDF-കാരൻ. എന്നാൽ ഇക്കുറി AM ആരിഫ് 3ാമതേക്ക് പോകുന്ന ഒരു കാഴ്ച പല പോളിംഗ് ബൂത്തുകളിലും കാണാനിടയായി. അതോടെയാണ് R നാസറിൻ്റെ പക കൂടിയത്. ഇതിലെല്ലാം ഉത്തരവാദി സുധാകരനാണ് പോലും. സുധാകരനാണെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാർട്ടിയുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല, സമാധാനമായി വീട്ടിൽ കഴിയുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ R നാസറിൻ്റെ ഈ കുടിപ്പകയ്ക്കെതിരെ സുധാകരൻ രണ്ടും കൽപ്പിച്ച് ഈ വയസ്സാം കാലത്ത് ഇറങ്ങിയിരിക്കുകയാണ്.